ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോയിൻ ഏത് കോയിൻ ആയിക്കോട്ടെ നമ്മൾ ബിനാൻസ് എങ്ങനെ ബൈ ചെയ്യണം, സെല് ചെയ്യണം, സ്റ്റോപ്പ് ലിമിറ്റ് എന്താണെന്ന്, സ്റ്റോപ്പ് ലോസ് എന്താണെന്നുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. സോ ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച്, ഏത് കോയിന് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ മാർക്കറ്റിൽ വരാണെങ്കിൽ സകലമാന കോയിൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്പോട്ട് മാർക്കറ്റിലാണെങ്കിൽ BTC ആണോ, BNB ആണോ, ആൾട്ട് കോയിൻസിലാണോ, അല്ലെങ്കിൽ ഫിയറ്റ് കറൻസിയിൽ USD അതുപോലത്തെ കുറേ ഫിയറ്റ് കറൻസി ഉണ്ട്. അതിലേതെങ്കിലും ഒരു പെയറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ USDT ആണോ, കോയിൻ എമ്മിൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഈ ETF ആണോ, നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോക്കണോ, ബിയർ ടോക്കണോ, ബുൾ ടോക്കണോ, ഏത് ടോക്കണുമാണോ, എല്ലാ ടോക്കണും നിങ്ങൾക്ക് ഒരു പ്ലേസിൽ നിന്ന് കറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ, ബിനാൻസിലെ മൊത്തം ടോക്കണിനെ അല്ലെങ്കിൽ മൊത്തം പെയർസിനെ നിങ്ങൾക്ക് ഒബ്സർവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുമാത്രമല്ല, അത് എത്ര മാർജിൻ ഉണ്ട് എന്നുള്ള ഒരു സംഭവം കൂടി, അതിൽ 5x ആണോ 10x ആണോ ഉള്ള ഓപ്ഷൻസ് കൂടി അവിടെ കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കറക്റ്റ് എക്സാക്ട്ലി കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് എന്നല്ല, കോയിൻസിൻ്റെ ചേഞ്ചസ്, കോയിൻസിൻ്റെ വോളത്തിൻ്റെ വ്യത്യാസം, അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫേവറേറ്റിൽ എൻ്റെ കോയിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സ്പോട്ട്, ഫ്യൂച്ചർ, മാർജിൻ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് വേണം നമുക്ക് വോളിയം ചേഞ്ച് കാര്യങ്ങൾ നോക്കാൻ പറ്റും. അതുമാത്രമല്ല, ഏതെങ്കിലും കോയിൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ടോപ്പിൽ വന്നിട്ടുള്ള സെർച്ച് ബാറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, BTC എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ പെയർ എടുക്കാൻ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏത് കോയിൻ ആയാലും നിങ്ങൾക്ക് അതുപോലെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ നോക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നടക്കുന്ന കോയിൻസാണ് ഡോഗി, BUSDT, എതേറിയം, BUSDT. ബിനാൻസിൽ ഏകദേശം റെക്കമെൻഡ് ചെയ്യുക BUSDT യൂസ് ചെയ്യാനാണ്, ബിനാൻസ് USDT എന്ന് വേണം പറയാം. സോ അതുകൊണ്ട് ഞാൻ എന്നെ പോലത്തെ തെതർ USDT യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ സെർച്ച് ബാറിൽ ഫസ്റ്റ് കിട്ടുന്നത് BUSDT ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് സെർച്ച് ബാറിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാറില്ല. നമ്മൾ USDT പെയർ തന്നെ സെർച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ വന്നാൽ നിങ്ങൾക്കിവിടെ ബൈ ക്രിപ്റ്റോ അല്ലെങ്കിൽ ട്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ട്രേഡിൽ വന്നിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബിനാൻസ് ആപ്പിൽ ബിനാൻസ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുള്ള ഓൾറെഡിയുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞതിൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ബിനാൻസിൻ്റെ ട്യൂട്ടോറിയൽ കാണാവുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് കോയിൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. മാർജിനിൽ ഐസൊലേറ്റഡ് വേണോ, ക്രോസ് വേണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ കോയിൻസും നമുക്ക് ഇവിടെ വന്നിട്ട് ഏത് കോയിൻ്റെ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മാക്സിമം 6 ചാർട്ടാണ് ഒറ്റയടിക്ക് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് 6 ചാർട്ട് ഒറ്റയടിക്ക് എങ്ങനെയാണ് നോക്കുന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. നമുക്ക് ഒരേ സ്ക്രീനിൽ തന്നെ 6 കോയിൻസിൻ്റെ ചാർട്ട് നോക്കാൻ പറ്റുന്നത് ജസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഒരേ സമയം നമുക്ക് 6 കോയിൻസിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യാമെന്നുള്ള ഒരു സ്ക്രീനിലുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. സോ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ചിലപ്പോൾ കാണും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ മതി. ബിനാൻസിൻ്റെ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ബിനാൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെൻറ്റിനെ കുറിച്ച് ഡെൻറ്റ് എങ്ങനെ വാങ്ങാൻ വിൽക്കുക എന്നുള്ള സംഭവം നോക്കാൻ പോകുന്നത്. ലൈക്ക് നമ്മൾ സാധാരണ എല്ലാവരും BTC വെച്ച് തുടങ്ങുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഡെൻറ്റ് എങ്ങനെ വാങ്ങുക എന്നുള്ളൊരു സംഭവമാണ് കാട്ടിക്കാൻ പോകുന്നത്. ഒരു ജസ്റ്റ് വെറൈറ്റിക്ക് വേണ്ടി കേട്ടോ, വേറൊന്നുമല്ല. അതുമാത്രമല്ല, ഡെൻറ്റ് ഇപ്പോൾ ഒരു എക്സാക്റ്റ് പൊസിഷൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അത് പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സ്പോട്ട് ചെയ്യാത്തത് കുറേ, അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ എൻ്റെ ഫണ്ടൊന്നും കാണത്തില്ല. സ്പോട്ടിൽ 0 USDT ആയിരിക്കും ഞാൻ മിക്കം ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ പൊസിഷനാണ്, ലിവറേജ് ഇട്ടിട്ട് ഫ്യൂച്ചർ പൊസിഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ താഴെ ഓപ്പൺ ഓർഡേഴ്സ് ഒന്നും കാണത്തില്ല, ഓർഡർ ഹിസ്റ്ററി, ട്രേഡ് ഹിസ്റ്ററി ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രേഡ് ഹിസ്റ്ററി ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഒരു 1 മന്തിൻ്റെ ബാക്ക് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ 3 മന്തിൻ്റെ ബാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡേഴ്സ് കാണാൻ പറ്റും. അതിന് മുമ്പ് 3 മന്തൊക്കെ നിർത്തി ഞാൻ കഴിഞ്ഞ ബിയറിഷ് ശേഷം ഞാൻ ഇത് സ്പോട്ട് ട്രേഡ് എടുക്കാറില്ല. മാക്സിമം സ്പോട്ട് ട്രേഡ് ഒഴിവാക്കിയിട്ട് ഫ്യൂച്ചർ തന്നെ ഞാൻ നോക്കാറ്. കറക്റ്റ് ഒരു കാൽക്കുലേഷനിലായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ പൊസിഷൻ ചെയ്യരുത്, ഫസ്റ്റ് സ്പോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് മെയിൻ 2 ചാർട്ട് കിട്ടും, ഒറിജിനൽ പിന്നെ ട്രേഡിംഗ് വ്യൂ. ഇവിടെ ഒറിജിനലിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ട്രേഡിംഗ് ചാർട്ടിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇൻഡിക്കേറ്റേഴ്സ്, നിങ്ങൾക്ക് മാക്സിമം കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല, താഴെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന്
അത് ഇൻഡിക്കേറ്റേഴ്സാണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എനേബിൾ ആവും. പക്ഷേ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് 3 വേണമെങ്കിൽ 3 തവണ ക്ലിക്ക് ചെയ്തിട്ട് 3 വരുത്തിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് സിംഗിൾ ആയിരിക്കും വരുന്നത്. ഞാൻ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ആ ബ്ലൂ കളർ കാണുന്നത്. ഹൈഡ് ചെയ്തില്ലെങ്കിൽ അത് ബ്ലൂ കളർ പോയി കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റൈൽ ചാർട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് കണ്ട് നോക്കുക, അത്രയേ ഉള്ളൂ. സോ ഓക്കെ സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈം ഫ്രെയിം അല്ലെങ്കിൽ സാധാരണ ടൈമിൽ വ്യത്യാസം കാണുന്നത് സാധാരണ ഒരു ചാർട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ. നെക്സ്റ്റ് നമുക്ക് നേരെ ഒരു കോയിൻ ബൈ ചെയ്യാം. BTC ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ BTCയുടെ ചാർട്ട് ലോഡാകുന്നില്ല. സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള റിഫ്രഷ് ബട്ടൺ ആക്കിയിട്ടും BTCയുടെ ചാർട്ട് ലോഡ് ആവുന്നില്ല. നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും, എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഞാൻ 2, 3, 4, 5 ദിവസത്തോളം ആയി തോന്നുന്നു വീഡിയോ ഇടാത്ത. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൻറ്റ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ഡെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് വാങ്ങിയിട്ട് വിൽക്കാം. ഓക്കെ, പക്ഷേ ഞാൻ ശരിക്കും വാങ്ങാൻ പോകുന്നില്ല. ജസ്റ്റ് ഡെമോ കാണിക്കുകയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണുള്ളത്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെ ചെയ്യണമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഐ ബട്ടണിൽ കാണുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ബിനാൻസിൻ്റെ പ്ലേലിസ്റ്റിൽ ബിനാൻസിനെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് വരികയാണ്. ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വസിറക്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ വസിറക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ വസിറക്സിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ വസിറക്സിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഐസൊലേറ്റഡും ക്രോസ് ഉണ്ട്. നമ്മൾ ഐസൊലേറ്റഡും എടുക്കുന്നില്ല, നമ്മൾ സ്പോട്ടാണ് എടുക്കാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ETF പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഐസൊലേറ്റഡിൽ 3x എടുക്കുകയാണെങ്കിൽ അത് ETF ആയി മാറും. പക്ഷേ നമ്മളിപ്പോൾ സ്പോട്ട് ട്രേഡാണ് ചെയ്യുന്നത്. സ്പോട്ട് ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്പോട്ട് മാർക്കറ്റിൽ തന്നെ നമ്മൾ വിൽക്കുന്നു വാങ്ങുന്നു ആ ഒരു ടെക്നിക്കാണ്. അവിടെ നമ്മൾ ലിവറേജോ അല്ലെങ്കിൽ മാർജിനോ നമ്മൾ കടം വാങ്ങുകയൊന്നും ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് വാങ്ങേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു പ്രൈസ് സെലക്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ ഉള്ള പ്രൈസ് തന്നെ സെലക്ട് ചെയ്യുക. നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ ഈ ഒരു ബോട്ടം വാങ്ങുന്നു, ഈ ബോട്ടം ഈ ഒരു ഹൈ സെല് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. സോ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങളൊരു പ്രൈസ് ജസ്റ്റ് നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ താഴെ വന്നിട്ട് എത്ര USDT ആണോ എന്നുള്ള, അല്ലെങ്കിൽ എത്ര ഡെൻറ്റ് വേണമെന്നുള്ള സംഭവം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപയുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് വാങ്ങുക. അതില്ലെങ്കിൽ അതിൻ്റെ 75%, അതായത് 7,500, അല്ലെങ്കിൽ അതിൻ്റെ 50%, അതായത് 5,000. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി എമൗണ്ട്, നിങ്ങൾക്കിപ്പോൾ എക്സാക്ട്ലി എത്ര എമൗണ്ടിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ടിൽ, ഇപ്പോൾ 500 USDT വേണമെങ്കിൽ 500 USD എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട്, അത് ഞങ്ങൾക്ക് അത്ര ഡെൻറ്റ് അവിടെ കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാക്ട്ലി എത്ര എമൗണ്ടിൻ്റെ ഡെൻറ്റ് വേണോ അവിടെ അത് കിട്ടുന്നതായിരിക്കും നമ്മൾ പറയുന്ന പ്രൈസിൽ. സോ അത് ആൾക്കാർ വിൽക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിമിറ്റ് ഓർഡർ ഇടാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ റണ്ണിങ് ഒരു പൊസിഷൻ പെട്ടെന്ന് മാർക്കറ്റ് ഓർഡർ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുൾ റൺ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അപ്പായിക്കൊണ്ട് പോകുമ്പോൾ നമുക്കൊരു മാർക്കറ്റിൽ ഓർഡർ ഇടാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഫോം ആകരുത്, കാരണം ബുൾ റണ്ണിൽ ഒരു കുറച്ച് പൊങ്ങിയിട്ട് അത് പെട്ടെന്ന് താഴോട്ട് ഇടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. സോ ബുൾ റണ്ണിൽ ഫോം ആവാതിരിക്കുക മാക്സിമം നോക്കുക. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ഡെൻറ്റിൻ്റെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് ആണോ അത്ര എമൗണ്ടിൽ ഓരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനാണ് ഈ ഒരു പൊസിഷൻ. ഒരു മിനിറ്റ്. ഓക്കെ, ചാർട്ടിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ഓക്കെ ഇപ്പോൾ കറക്റ്റായില്ലേ? ഓക്കെ, ഈ ഒരു പൊസിഷൻ്റെ എബോ പോവുകയാണെങ്കിൽ ഒരു റണ്ണ്, ഒരു ബുൾ റൺ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പമ്പാവും ഒരു 10% കൂടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ളൊരു സംഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഓർഡർ ഇടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ ടൈമിലൊന്നും സ്റ്റോപ്പ് ലിമിറ്റ് ഇടാൻ പറയുന്നില്ല. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ലിമിറ്റ് ഓർഡർ ഇടാൻ നോക്കുക, സ്റ്റോപ്പ് ലിമിറ്റ് ഒഴിവാക്കാൻ നോക്കുക. ലൈക്ക് സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആണെങ്കിൽ ചിലപ്പം ആ സ്റ്റോപ്പ് ലിമിറ്റിൽ നമുക്ക് കിട്ടണമെന്നില്ല. ബട്ട് ലിമിറ്റ് ഓർഡറിൽ നമുക്ക് ഒരു ബൈ പൊസിഷൻ ആക്കി ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ മാക്സിമം ലിമിറ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ലിമിറ്റ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഒരു സെർട്ടൈൻ പ്രൈസ് എത്തിയ ശേഷം ഒരു ലിമിറ്റ് ഓർഡർ ഇടുന്നതാണ് സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. ബൈ ചെയ്യുന്ന സമയത്ത് അധികം നോക്കണ്ട. അതുകൊണ്ട് തന്നെ സെൽ ചെയ്യുന്ന സമയത്തുള്ള ലിമിറ്റ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോയിൻ ബൈ ചെയ്തു. എൻ്റെ കയ്യിൽ ഇത്ര ഡെൻറ്റ് കോയിൻ ഉണ്ട്. സോ എനിക്ക് സെല് ചെയ്യണം. നമ്മളെന്തായാലും പൈസ കൂടുമ്പോൾ സെല് ചെയ്യും. സെല് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. സോ പൈസ കൂടിയെന്ന് വിചാരിക്കുക. മുമ്പ് നമ്മൾ സെല് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള 100% സെലക്ഷൻ നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 10,000 രൂപയ്ക്ക് ഡെൻറ്റ് വാങ്ങി, അത് പ്രോഫിറ്റ് ആയിട്ട് 13,000 രൂപയെ. അപ്പോൾ ഞാൻ 10,000 രൂപ വിഡ്രോ അടിക്കാൻ പോവുകയാണെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് 10,000 രൂപ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ
10,000 രൂപ വിഡ്രോ അടിക്കും, ബാക്കി 3,000 രൂപ അവിടെ തന്നെ വെച്ചിട്ട് ഡെൻറ്റ് വീണ്ടും പൊങ്ങുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിലും ആൾക്കാർ ട്രേഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയിൽ നിന്ന് 12,000 എടുത്തിട്ട് 1,000 രൂപയുടെ 1,000 USDTയുടെ അല്ലെങ്കിൽ 1,000 രൂപയുടെ എമൗണ്ട് അവിടെ വെച്ചിട്ട് അത് പിന്നീട് പൊങ്ങുകയാണെങ്കിൽ പൊങ്ങട്ടെ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതായിരിക്കും. ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്, മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ഡ്യൂ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെല് ചെയ്ത് കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഓർഡർ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ലിമിറ്റ് ടൈമിൽ വന്നിട്ട് ലിമിറ്റ് ഓർഡറിൽ ഇത്ര പ്രൈസ് എന്നൊക്കെ എമൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇടിഞ്ഞ് താഴോട്ട് 10% 20% ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഓർഡർ ഇടുകയാണെങ്കിൽ ആ സ്പോട്ടിൽ മാർക്കറ്റിൽ എത്ര രൂപയാണോ അത്ര രൂപയ്ക്ക് അത് സെല് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ മാർക്കറ്റ് ഇടാൻ മാക്സിമം നോക്കാം. മാർക്കറ്റ് ഓർഡർ ഇടുന്ന സമയത്തൊരു സംഭവമുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്ത് മീത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഓർഡർ സെല് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്കറ്റ് ഓർഡർ ഇടുമ്പോൾ നല്ലൊരു ഇത് വേണം, അത് താഴോട്ട് പോയി എന്നുള്ളൊരു ഒബ്സർവേഷൻ വേണം. അതിലേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിളാണ്, ഈ ഒരു ലൈനിൻ്റെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് പെട്ടെന്ന് ഇടിഞ്ഞ് പോവും എന്നൊരു എന്നൊരു എക്സാക്റ്റ് പോയിന്റ് എന്തെങ്കിലും എക്സാക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ താഴോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ മുമ്പേ ഓൾറെഡി ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക, ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലിമിറ്റ് വെക്കുക. അതേസമയം നിങ്ങളത് രണ്ടും വെച്ചിട്ട് പക്ഷേ പെട്ടെന്ന് ഇടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഓർഡർ വെച്ചിട്ട് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ സ്റ്റോപ്പ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് സെല്ലിംഗ് ടൈമിൽ സ്റ്റോപ്പ് ലിമിറ്റ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു പൊസിഷനിലെത്തുമ്പോൾ ഒരു റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ എന്തായാലും ഒരു 10% ഇടിയുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റെസിസ്റ്റൻ്റ് കുറച്ച് താഴെ എന്ത് ചെയ്യുക, അതൊരു ലിമിറ്റ് സ്റ്റോപ്പ് പ്രൈസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ താഴെ എത്ര പ്രൈസിനാണോ വേണ്ടത് സെല് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് എന്താണ് പ്രൈസ് ആയിട്ട് വെക്കുക. ലൈക്ക് ഇപ്പോൾ 0.0 ഞാൻ ഡെൻ്റ് എടുത്തത് കുറച്ച് പ്രശ്നമായെന്ന് തോന്നുന്നു. കാരണം എനിക്കത് എക്സാക്റ്റ് നമ്പർ ഇങ്ങനെ പറയുമ്പോൾ തെറ്റുന്നുണ്ട്. BTC ആയിരുന്നെങ്കിൽ കറക്റ്റ് പറയുമായിരുന്നു. സോ പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിൻ്റെ എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കണം. കാരണം സ്റ്റോപ്പ് ലിമിറ്റ് ടച്ച് ആകുമ്പോൾ എക്സാക്റ്റ് ഒരു ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് സ്റ്റോപ്പ് ലിമിറ്റിൽ. സോ ഫസ്റ്റ് സ്റ്റോപ്പ് എന്നൊരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്ത് ആൾക്കാർ അത് നമ്മളെ കോയിന് ബൈ ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റുന്നതാണ്. ലൈക്ക് ഇപ്പോൾ ഒരു പൊസിഷൻ എത്തുമ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ ഇടുന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എമൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും, എത്ര എമൗണ്ട് നമ്മൾ സെല് ചെയ്യണം, 100% ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ ബാക്കി നമ്മുടെ VIP-യുടെ അതൊന്നും നോക്കണ്ട. ഓർഡർ കൺഫർമേഷനിൽ ഇത് 2 എനേബിൾ ചെയ്ത് വെക്കുക, താഴത്തെ 2 എനേബിൾ ചെയ്ത് വെക്കാം, ഇതിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ മാത്രം. ഓക്കെ അതെന്താണെന്നല്ലേ, അതൊന്നുമില്ല, നിങ്ങൾ നോക്കണ്ട. ലിമിറ്റ് ഓർഡർ ഇടുന്ന സമയത്ത് ബൈൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സ്ലൈഡ് വരുന്ന ഒരു സംഭവം, അത് ഓർഡർ കൺഫർമേഷനാണ്. അത് ബസറക്സിലൊക്കെ കണ്ട് കാണും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ 2 വെക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരു ടൈമിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കൈ തട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു ഓർഡർ ഇടുന്നതെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതേരിയത്തിൻ്റെ പൊസിഷൻ ഉണ്ട്. ഇതേരിയം ഇപ്പോൾ ബൈ നല്ല സമയമാണ് ഇതേരിയം ബൈ ചെയ്യാൻ. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ക്രിപ്റ്റോ ഫാമിലിയായിട്ട് കൊണ്ടുവരാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ബസറക്സിൻ്റെ ബിനാൻസിൻ്റെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ ബൈ.